Praise the Lord. A very good morning to you all. Hallelujah. May God bless everyone with a wonderful supernatural Monday. So we are entering into a wonderful week. Hallelujah. Expect great things from God. God is going to do many things in our lives. I'm blessing everyone with a wonderful supernatural, peaceful, glorious week and a glorious Monday. Hallelujah. Holy God, the Lord is faithful to His promise. അല്ലേ നമുക്ക് 2024 God has given many prophecies to each one of us. Hallelujah. Udaba Shattara Rika Baba. You may be lacking many things in your lives, but don't worry. God is going to fill you with His overflowing blessings and make you rise to great heights. 2024 വാഗ്ദത്തം ഞാൻ എല്ലാവർക്കും ഇട്ട് തന്നായിരുന്നു. I hope you remember that promise. So ഇത് തന്നെ ആയിരുന്നു. So that is, God is going to fulfill this promise in each one of us. Hallelujah. ഞാൻ ഉൾപ്പെടെ I'm actually experiencing every day in my life that hallelujah, God has started to fulfill that promise. Hallelujah. So first let us worship the Lord. Hallelujah, Holy God. പൊന്നേശു നരർത്തിരു ബലിമരണം പൊന്നേശു നരർത്തിരു ബലിമരണം നിനപ്പ തന്നാനൊരു നിയമം അതിശയമേ പൊന്നേശു നരർത്തിരു ബലിമരണം നിനപ്പ പൊന്നേശു നരർത്തിരു ബലിമരണം നിരപ്പ തന്നാനൊരു നിയമം അതിശയമേ തന്നാനൊരു നിയമം അതിശയമേ പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും പൊന്നേശു നരർത്തിരു ബലിമരണം നിനപ്പ പൊന്നേശു നരർത്തിരു ബലിമരണം നിനപ്പ തന്നാനൊരു നിയമം അതിശയമേ തന്നാനൊരു നിയമം അതിശയമേ അപ്പം വന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി തൃപ്പാദം തൊഴുന്നത് യുടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്നത് യുടെ ശിഷ്യർക്ക് പൊന്നേശു നരർത്തിരു ബലിമരണം നിനപ്പ പൊന്നേശു നരർത്തിരു ബലിമരണം നിനപ്പ തന്നാനൊരു നിയമം അതിശയമേ തന്നാനൊരു നിയമം അതിശയമേ കാസായിൽ ദ്രാക്ഷാരസ പകർന്നുയർത്തിയരുളി കാസായിൽ ദ്രാക്ഷാരസ പകർന്നുയർത്തിയരുളി ഈശോവിൻ്റെ രക്തം ശുദ്ധരോർത്തിരിപ്പ ഈശോവിൻ്റെ രക്തം ശുദ്ധരോർത്തിരിപ്പ
തന്നാനൊരു നിയമം അതിശയമേ, തന്നാനൊരു നിയമം അതിശയമേ. Amen. Praise the Lord. Hallelujah. What a wonderful song. അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി യാഗമായ കർത്താവ്. ആ തിരുബലി ഓർത്ത് നമ്മൾ എത്ര കർത്താവിനെ സ്തുതിച്ചാൽ മതിയാവും. എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായിരുന്നില്ലായിരുന്നെങ്കിൽ ദൈവമക്കളെ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുന്നത്? നമ്മൾ ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെങ്ങനെ വരുമായിരുന്നു? നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീരുമായിരുന്നു? നമ്മളെങ്ങനെ സ്വർഗരാജ്യം അവകാശമാക്കുമായിരുന്നു? നമ്മളെങ്ങനെ കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് ഹാലേലൂയ നിത്യതയോളം കർത്താവിനോടൊപ്പം വാഴുവാൻ കഴിയുന്നത്? ഹാലേലൂയ. നമ്മളെങ്ങനെ സാങ്ക്ടിഫൈഡ് ആയിരുന്നു? നമ്മളെങ്ങനെ നീതീകരിക്കപ്പെടുമായിരുന്നു? ഹാലേലൂയ. നമ്മളെ കർത്താവ് തിരക്താൽ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ എല്ലാ കൃപകളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനെ സ്തുതിപ്പാൻ. ഹാലേലൂയ. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ അങ്ങയുടെ പാദപീഠത്തേക്ക് ഞങ്ങൾ അണഞ്ഞു വരുന്നു ഡാഡി. ഓ റബാല ഷാത്തറബ, യു ആർ അവർ പ്രൊട്ടക്ടർ, യു ആർ അവർ മീഡിയേറ്റർ, യു ആർ അവർ റൈസിംഗ് സൺ ഡാഡി. യു ആർ ഹാലലൂയ. ഓ, യു ആർ ദ കൺസ്യൂമിംഗ് ഫയർ, യു ആർ ദ ഗ്രേറ്റ് ആൻഡ് awesome God. We praise you, the great King above all gods. Oh, Mahadevamaya Kartave. Lord, you are greater than all gods. You are exalted far above all gods. You are to be feared above gods. We praise you, Daddy. Oh, Rikalabasyanthara, Ribasantara. You are the mighty in battle. You are mighty in strength. Hallelujah. You are the one who crushed Satan's head. Hallelujah. We praise you, Daddy. We lift up your name, Jesus. Hallelujah. Oh, Father of the fatherless. You are the defender of widows. Helper of the fatherless. Hallelujah. Oh, Rala Shakaraba Siko Moro Shyandara. You are the refuge from the storm. ഹാലേലൂയ. ഉഷ്ണത്തിൽ ഒരു തണലായിരിക്കുന്ന കർത്താവേ. ഹാലേലൂയ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ അപ്പാ അങ്ങ് ഞങ്ങൾക്കൊരു ഹാലേലി ദുർഗവും ഹാലേലി കഷ്ടത്തിൽ ഹാലേലൂയ ഹൂഠരബ ശത്തര ഒരു കോട്ടയും ഹാലേലൂയ കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമാണ്. അപ്പനെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. You oppose the widows and the fatherless. I praise you, Daddy. Orala Shakabara Siandara Ribastantu Rudikara Gasantara. Oh, Rikababara Satara. You are the Lord who guards all the bonds of the righteous. Not one of them will be broken. Hallelujah. Riba Siandara Riba Shagaragadikara. Oh, Rabba Siandara. കഴിഞ്ഞ രാത്രി നല്ലോടെ ഉറങ്ങി പ്രഭാതത്തിൽ ഹാലേലൂയ ആരോഗ്യത്തോടെ ശ്വാസത്തോടെ ജീവനോടെ സുബോധത്തോടെ എഴുന്നേറ്റ് നടപ്പാൻ, കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ഒക്കെയും കർത്താവ് തന്ന കൃപയോർത്തിൻ്റെ കർത്താവിൻ്റെ നന്ദിയോടെ സ്തുതിക്കുന്ന പപ്പാ. വി ആർ പ്രീച്ച്ഡ് 29th of January 2024. Till this moment, hallelujah, what a wonderful God we serve. You are faithful to us, hallelujah. അങ്ങ് ഞങ്ങളെ നടത്തിയ നടത്തിപ്പുകൾ, ലീഡിങ്സ്, ഗൈഡൻസ്, പ്രൊവിഷൻസ്, തന്ന സൗഖ്യങ്ങൾ, വിടുതലുകൾ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾ, ഹാലലൂയ. ഓ കർത്താവേ, അങ്ങയുടെ സ്വർഗീയ കരമത്രേ ഞങ്ങളെ പരിപാലിച്ചത്, ഞങ്ങളെ കാത്തത്, ഞങ്ങളെ താങ്ങിയത്. ഓ രാസാന്തര ഞങ്ങളെ കരുതിയത്. ഊട്ടാരാബാശാന്തര ഓറിക്കാബാസ്യാന്തര റീബ് ഈ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചത് എല്ലാം അപ്പൻ്റെ കൃപയാണ്. Let this day be a glorious day. Let this day be a victorious day for each and everyone who is hearing this message. So God has given us a wonderful promise that is from Leviticus 26:9. സാറ നമുക്കങ്ങനെ ലെവിറ്റിക്കസിൽ നിന്ന് നമ്മൾ സാർ അങ്ങനെ പ്രോമിസുകളൊന്നും ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. Leviticus 26:9 എന്നാണ്. I will turn to you and make you fruitful and multiply you and I will confirm my covenant with you. Hallelujah. സിഖാര ബഷത്തര പല ദേവദാസന്മാരിലൂടെയും ഈ വർഷത്തേക്കുള്ള അവരുടെ 2024 അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ
അതിലുള്ളതാണ് ഈ കാര്യം. We will become more fruitful this year. Hallelujah. So in this verse, God promises to do many things for us. Hallelujah. Are you ready to receive this blessing today morning? Hallelujah. Are you happy to hear the promise? Hallelujah. അതിൻ്റെ മലയാളം കൂടെ ഞാൻ വായിക്കട്ടെ. ലെവിറ്റിക്കസ് 26:9. Hallelujah. ഓ റാബാസ്യാന്തറ, ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. സോ ദെൻ ഹി പ്രോമിസസ് ടു മേക്ക് us ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലയേഴ്സ്. അല്ലേ, കർത്താവ് നമ്മളെ നട്ടു. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയില്ലെങ്കിൽ നമ്മളെ നട്ടവന് സന്തോഷം ഉണ്ടാവുമോ? ഹല്ലേലൂയ. നമ്മളെ നട്ടവൻ നമ്മളെ നോക്കിയിരിക്കുക. അതേ മക്കളെ, നമ്മളിൽ പൂക്കളുണ്ടാകാൻ, നമ്മൾ ഫ്രൂട്ട്സ്, നമ്മളാകുന്ന മരത്തിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാകുവാൻ, അത് എന്താ പറയുക, മൾട്ടിപ്ലൈ ചെയ്യണം ഒക്കെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ധര ഭാഷ ധര. പക്ഷെ നമ്മളാകുന്ന നമ്മുടെ സെൽഫ് ലൈഫിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പലരും പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. ബട്ട് ഗോഡ് ഈസ് ടെല്ലിങ് us to become more fruitful. Hallelujah. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആവുകയാണെങ്കിൽ God will surely multiply us. These blessings, നമ്മളത് ന്യൂ കവറിലുള്ള ഒരു പ്രോമിസിൻ്റെ ഒരു ഭാഗമാണ്. Hallelujah. God will give us the strength to become fruitful. Hallelujah. ധാരാബ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നതാണ്. ഇറ്റ്സ് ആർ ബ്ലെസ്സിങ്സ് ഓൾസോ. നമുക്കുള്ള വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ ജനം ഇപ്പോഴും അവർക്ക് അന്ന് കൊടുത്ത ബ്ലെസ്സിങ്സിൽ ഇപ്പോഴും അവരത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹി ഹാസ് മൾട്ടിപ്ലൈഡ് ദം ആൻഡ് ദേ ഹാവ് ഫിൽഡ് ദ ഹോൾ എർത്ത് ബീങ് ഫ്രൂട്ട്ഫുൾ ഇൻ എവ്രി വേ. ദേ ഹാവ് ഫ്രൂട്ട്ഫുൾ. ഹല്ലേലൂയ. Tharabashatara. Likewise, God will also bless each and every one of us. എൻ്റെ കുടുംബത്തെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. ഹല്ലേലൂയ. നമ്മളെല്ലാം ഹല്ലേലൂയ അബ്രാമിക് സീഡാണ് അല്ലേ. ഹല്ലേലൂയ. ധരാബ ശിഖാരബ സ്യാന്തറ. നമ്മൾ 2 Kings 13:23 ഞാനൊന്ന് എടുക്കാം. 2 Kings 13:23 if you take. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള തൻ്റെ നിയമനിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു. അവരെ നശിപ്പിപ്പാൻ അവന് മനസ്സായില്ല. ഇതുവരെ തൻ്റെ സമുഖത്തിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞതുമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ മനസ്സലിവ് ദൈവമക്കളെ നമ്മുടെ മേൽ വീഴുമ്പോഴുണ്ടല്ലോ, കർത്താവിൻ്റെ എല്ലാ ഫേവേഴ്സും, കർത്താവിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും കരുണയും നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഇസഹാക്കും യാക്കോബിനോടും ചെയ്ത നിയമനിമിത്തം ആണ് അവരെ അനുഗ്രഹിക്കുന്നതെന്ന് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. അവരെ അത് ഓർത്തിട്ടാണ് അവരെ നശിപ്പിക്കാത്തത് എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ന്യൂ കവനന്റ് ബിലീവേഴ്സ്, ഹല്ലേലൂയ, ന്യൂ കവനന്റ് ദൈവമക്കൾ, ഹല്ലേലൂയ, ന്യൂ കവനന്റ്, ന്യൂ ക്രിയേഷൻസ്, ഹല്ലേലൂയ. ഓൾറെഡി കർത്താവ് നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. താലാബശത്തറ റീഖാബസ്യാത്തറ അധികാരകസത്തറ. നമുക്കറിയാം, അവിടെ അബ്രഹാമിനെ പുറത്ത് വിളിച്ചിട്ട് കർത്താവ് ചോദിക്കണ ഒരു കാര്യമുണ്ട്. ഈ ആസ്ക് ഹിം ടു കൗണ്ട് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ. നമുക്ക് ആർക്കെങ്കിലും ആകാശത്ത് കാണുന്ന സ്റ്റാർസിനെ നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ലല്ലോ. The Lord promised Abraham that his offspring would be as numerous as the stars in the sky. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എത്രമാത്രം ഇൻഫിനിറ്റ് ആണ് അല്ലേ, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കിയാൽ കാണാം, ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട് അല്ലേ. ഇന്നും റിസർച്ചേഴ്സ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. ബില്യൺസ് സ്റ്റാർസിന് മേളിലുണ്ടെന്നാണ് പറയണേ. Hallelujah. Oh, Rikhalabasantara Vyara Syandara. If you'll stand for God, God will bless us more and more. This 2024 only thing കർത്താവ് നമ്മളോട് ചോദിക്കണ ഒരു കാര്യം എന്നാണെന്നറിയാവോ? Hallelujah. Will you, hallelujah, obey me? Will you, hallelujah, walk according to my words, according to my promises, according to my word?
then I will bless you more and more. Hallelujah. Rikaraba Satara Dikaragashantara ഓ റിഖാബാസ്യാന്തര. ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. ഹല്ലേലൂയ. റിഖാരാസ്യാന്തര. ഞാനത് കേട്ടപ്പോൾ വളരെ എന്താ പറയുക, സന്തോഷിച്ചു. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നിങ്ങൾ അറിയും ചിലപ്പം. ഹല്ലേലൂയ. ഒരു സിറ്റിയിൽ, ഒരു പട്ടണത്തിൽ ഒന്നുമില്ലാതെ എന്താ പറയുക, കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ചതിൻ്റെ കാരണമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. ഓക്കെ, ഹല്ലേലൂയ. തറ. അപ്പം അങ്ങനെ പുറത്താക്കി ഒരു പട്ടണത്തിൽ വന്ന് താമസിച്ചു. അവിടെ താമസിക്കാൻ ഒരു സ്ഥലമില്ലാത്തത് കാരണം ആ വ്യക്തി ആ ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരാളായിരുന്നു. ഹല്ലേലൂയ. ഒരു ചാക്ക് പോലൊക്കെ കെട്ടി റോഡിൻ്റെ സൈഡിൽ ജീവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പം അവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിൽ അവർ ആ പച്ചക്കറിയൊക്കെ വിറ്റിട്ട് പോകുന്ന ബാക്കി ശേഷിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് അത് വെച്ച് പുഴുങ്ങി ആ ദൈവപുരുഷൻ കഴിച്ച് അങ്ങനെയാണ് കുറേ നാളുകൾ കടന്നു പോയത്. ആ വ്യക്തിയുടെ പിന്നെയുള്ള സാക്ഷ്യം എന്താണെന്നറിയാവോ? ഇന്ന് അനേകർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്. സ്വന്തമായി അനേക വണ്ടികളുണ്ട്, സ്വന്തമായി നല്ലൊരു ഭവനമുണ്ട്, നല്ലൊരു കുടുംബം കർത്താവ് കൊടുത്തു. God blessed him more and more because he stood for God. Hallelujah. ആ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. സകലതും നഷ്ടമായിട്ടും ഹല്ലേലൂയ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിച്ച് ആ കർത്താവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവ് ആ മനുഷ്യനെ ഹല്ലേലൂയ അങ്ങോട്ട് എന്താ പറയുക അനുഗ്രഹിച്ചു. കർത്താവ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയ, കർത്താവിന് വേണ്ടി നിന്ന, കർത്താവിനെ സേവിച്ച, കർത്താവിനെ വേണ്ടി നമ്മുടെ ജീവനെ കൊടുത്താൽ, കർത്താവിന് വേണ്ടി സകലതും ചപ്പും ചവറന്ന് നമ്മൾ എണ്ണുവാണെങ്കിൽ God will bless us more and more. Hallelujah. ഓറി കാലാബാഷാന്തരാദിയാര. ജെനസിസ് 17:6 നമ്മൾ വായിക്കുവാണെങ്കിൽ I will make you exceedingly fruitful. I will make nations of you and the kings will descend from you. Hallelujah. അതിൻ്റെ മലയാളം വാക്യം ഞാൻ വായിക്കാം. ജെനസിസ് 17:6. Hallelujah. Holy God. എന്താണ് പറയണേ? ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഹല്ലേലൂയ. അതുപോലെ ജെനസിസ് 22:17 പറയുന്നുണ്ട്, I will surely bless you and I will multiply your descendants like the stars in the sky and the sand on the seashore. Your descendants will possess the gates of their enemies. അതിൻ്റെ തന്നെ 22:17. ഹല്ലേലൂയ. ഓ റാബ സന്തറാബ. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഹല്ലേലൂയ. ധാരാഭാഷത്തര. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണല്ലേ. ഐശ്വര്യമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്രകാരം ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ അനേക ആത്മാക്കളെ നേടുന്നതിനെക്കുറിച്ചാണ് ദൈവമക്കളെ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ അനേക ആത്മാക്കളെ അനേകരെ തീയിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്നതിലാണ് കർത്താവ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. ജനസിസിൽ തന്നെ 48:4 വേറൊരു വാക്യമുണ്ട്. Behold, I will make you fruitful and multiply you. I'll make you a multitude of peoples and will give this land to your descendants after you as an everlasting possession. Hallelujah. Leviticus 26:15 പറയുന്നുണ്ട്. And if you അവിടെ നിങ്ങൾ വചനം അനുസരിച്ചില്ലെങ്കിൽ കൊടുക്കുന്ന ഇതിനെക്കുറിച്ച് കവരൻ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്കുള്ള കിട്ടണ കാര്യങ്ങൾ അത് വായിച്ചോളുക. ഹല്ലേലൂയ. Deuteronomy 7:13 പറയുന്നത് again, he will love you and bless you and multiply you. He will bless the fruit of your womb and the produce of your land, your grain, new wine and oil, the young of your herds and the lambs of your flocks in the land that you swore to your fathers to give you. Deuteronomy 7:13. Hallelujah.
ഹോളി ഗോഡ്, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ശ്രദ്ധിച്ച് കേൾക്കണമേ. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിൻ്റെ ഗർഭഫലവും നിൻ്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിൻ്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിച്ച ബാക്കിയെല്ലാം, അതാണ് പറയുന്നത്, കർത്താവിൻ്റെ രാജ്യം നമ്മൾ അന്വേഷിക്കുവാണെങ്കിൽ നമ്മുടെ പിന്നാലെ എല്ലാ ബ്ലെസ്സിങ്സും വന്നോളും ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഓ റിഖാലബ സത്തറ ബിരിദികെ സ്യാന്തറ. So Lord promised Abraham that his offspring would be as numerous as the stars in the sky. ആകാശത്തിലെ സ്റ്റാർസിനെ പോലെയും മണൽത്തരികൾ പോലെയും അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. The Lord promises to bless us in the same way and his blessings are എന്താ പറയുക, too numerous to count. നമുക്കത് എണ്ണാൻ പോലും കഴിയത്തില്ല. അതാണ് കർത്താവിൻ്റെ വചനം. ഞാൻ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി എന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ധരാസന്തര ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, when the Lord blessed Abraham, he said, I will make you very fruitful. ഫ്രൂട്ട്ഫുൾ എന്ന് മാത്രമല്ല പറഞ്ഞത്, വെരി ഫ്രൂട്ട്ഫുൾ. I will make nations of you and kings will come from your descendants. My dear friend, hallelujah. So this abundant blessing is available to എനിക്ക് അവൈലബിൾ ആണ്. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും അവൈലബിൾ ആണ്. ഹല്ലേലൂയ. ധാരാളബ ശിഖാരബ സ്യാന്തറ. നമ്മൾ ഡ്യൂട്രോണമി 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ ഇസ്രായേലോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മോശയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോശ ഇങ്ങനെ കർത്താവ് അനുഗ്രഹിക്കും. അപ്പം എന്താ പറയുക, Moses looked at the people from him. I could even see their heads. They were numerous. Hallelujah. Moses blesses them with all his heart, asking the Lord to increase and bless them 1,000 times as he has promised. ദൈവം പ്രോമിസ് ചെയ്തതിനെ മോശ വീണ്ടും ഓർപ്പിച്ച് പറയുകയാണ്, ഈ ജനത്തെ കൂടുതലായും 1,000 times അനുഗ്രഹിക്കണമേ എന്ന് മോശ പറയുക. ഹല്ലേലൂയ. The Lord continues to bless his people 1,000 times over. നമ്മുടെ ദൈവം എപ്പോഴും ഒരു എന്താ പറയുക, വളർച്ച കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത്, കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ധാരാഭാഷാന്തരം. നമ്മൾ 115-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് 115-ാം സങ്കീർത്തനം. 115-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 14 വരെ എല്ലാ വാക്യവും നോക്കട്ടെ, വായിക്കാൻ പറ്റും. 1 തൊട്ട് 11 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും വണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ. ദൈവമൊക്കെ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സ്തുതിച്ച് നമ്മൾ ആരാധിക്കുന്നത്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യരുണ്ടാക്കിയ ദൈവപ്രതിമകളെ വെച്ചിട്ടാണ് ജാതികൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. ഹാലേലൂയ. ഉടാലാബ ശത്തറ അധികാരക ശത്തറ. അവർ ക്രിയേഷൻസിനെയാണ് ആരാധിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചു വെച്ച സാധനങ്ങളെ എടുത്ത് ഓരോ ബിംബങ്ങളും എന്താ പറയുക, ഓരോന്നുണ്ടാക്കി അതിനെ വെച്ചിട്ടാണ് ആരാധിക്കുന്നത്. ഹാലേലൂയ. ഇവിടെ പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇസ്രയേലേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ഹല്ലേലൂയ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു,
അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെ അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെ നിങ്ങളുടെ മക്കളെ തന്നെ. ഹല്ലേലൂയ. ധരബശത്തര. So this day, hallelujah, he blesses the Israelites saying, may you and your children increase. When God looks upon us, he truly blesses beyond measure. ഹാലേലൂയ. വികാരബസത്തര. ഈ നിമിഷം വരെ കർത്താവിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് പോലും പ്രാപിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഹാലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഹാലേലൂയ. ചില വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ സമയങ്ങളിൽ നമ്മളെ താങ്ങുന്ന, നമ്മുടെ തോളിലേറ്റി നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, ഓ റീഖാരാബ അധികാരാബ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാവും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ രീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, കഷ്ടങ്ങളിൽ ഏറ്റവും നല്ല തുണിയായി എന്നോട് കൂടെയിരിക്കുന്ന ദൈവമാണ് കർത്താവ്. ഹല്ലേലൂയ. So let us pray to God. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഡാഡി. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ പ്രോമിസ് ആൻഡ് വണ്ടർഫുൾ ബ്ലെസ്സിങ് ഡാഡി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കൈവെക്കുന്നതെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ, അതെല്ലാം വർദ്ധിച്ചു വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ കർത്താവ് നോക്കുമ്പോൾ ഞങ്ങളെല്ലാം ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം കർത്താവേ. ഹല്ലേലൂയ. ധാരാഭാഷാന്തര. ഈ ലോകത്തിലുള്ള ബ്ലെസ്സിങ്സിനല്ല, സ്വർഗത്തിൽ നിക്ഷേപം കൂടുതൽ കൂട്ടുവാൻ, ആ സ്വർഗത്തിലെ ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങൾ കൂടുതൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യെസ്, യു വിൽ ബ്ലെസ് us in this earth also, that we know that daddy. Hallelujah. അങ്ങയുടെ തിരുവചനം പറഞ്ഞ പോലെ may kings be born from us. Hallelujah. Daddy, help us to walk with our head held high and provide all our needs. Daddy, ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും, if they lack anything in their life, Daddy, bless them. യഹോവ നല്ല ഇടയനാകുന്നു. അതുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു മുട്ടും ഇല്ല. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ അവരെല്ലാം മെസ്സേജ് കേൾക്കുന്നവരെല്ലാം നമ്മൾ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഇതുവരെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കാത്തവർ ഈ പ്രഭാതത്തിൽ ആ നല്ല ഇടയനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണം, ആ നല്ല കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേണം, ആ മാർഗത്തിൽ യേശു പറഞ്ഞ മാർഗത്തിൽ ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാരെങ്കിലും ഇപ്പോൾ ഉള്ളത്തിൽ പറയുവാണെങ്കിൽ, യു ആസ്ക് ജീസസ് ടു കം ടു യുവർ ഹാർട്ട്. Ask Jesus, Daddy, I am a sinner. Kartave, I am a sinner. I need you as my Savior and Lord. Come into my heart. I am receiving you as my Savior and Lord. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ വരും. ഹല്ലേലൂയ. ഓ റിഖാലാബ, ഐ എം ബ്ലെസ്സിങ് ഈച്ച് ആൻഡ് എവ്രി വൺ ഹു ഈസ് ഹിയറിംഗ് ദിസ് മെസ്സേജ്. ഹല്ലേലൂയ. റിഖാബ സന്തര റീധാര വീസ്യാന്തര. ഡാഡി, എല്ലാ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളെ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നടത്തി, നാളത്തെ മീറ്റിംഗ് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നടത്തുന്നതിനായി സ്തോത്രം. അനേകരെ പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. വിടുതൽ പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, രക്ഷിക്കപ്പെടണം കർത്താവെ. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കണമേ. ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ വിഡോസ് ആൻഡ് ഓർഫൻസ് ഡാഡി. ഹല്ലേലൂയ. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ട്, ക്യാൻസർ രോഗികൾ അനേകരുണ്ട് കർത്താവെ. എൻ്റെ പപ്പ അവരെ സൗഖ്യമാക്കണേ അപ്പ. ഹല്ലേലൂയ. അങ്ങയുടെ അടിപ്പിടരാലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ അപ്പ. മീറ്റിങ്സ് നടത്തുന്ന, മീറ്റിംഗ് നടത്തുന്ന എല്ലാവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മെസ്സേജ് കേൾക്കുന്ന കുടുംബങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മേക്ക് ദിസ് ഡേ എ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ് ഡാഡി. ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ മിനിസ്റ്റേഴ്സ്, ഓൾ ദ മിലിറ്റൻസ് ഹു ഗോട്ട് ദിസ് കൺട്രി. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നേഷൻസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം ലോകമെമ്പാടെത്താൻ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽജനം രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നവർ കർത്താവുമായി സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഫെലോ ഹല്ലേലൂയ ഫ്രണ്ട്സ്, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ തണുപ്പാണ് കർത്താവെ. ഇവിടെ ആരോഗ്യത്തെയൊക്കെ കാത്തുകൊള്ളണമേ. അവരായിരിക്കുന്ന മേഖലകളിൽ ലെറ്റ് ദം ഹല്ലേലൂയ
be blessed. Let them be fruitful. Hallelujah. റിഖാര സാന്തര പേഷ്യാന്തര ഞങ്ങളുടെ പുറത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യണ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കണ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും പപ്പ അഭിഷേകത്താൽ നിറയ്ക്കണം. ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നടത്തപ്പെടണം. വലിയ ഭാഷയായി പ്രാർത്ഥിക്കുന്നു. സഭാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെമ്പാസ്റ്റേഴ്സ്, ഡീക്കൻസ്, എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡാരി ഓടാ ബാസ്യാന്തര ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൽ അനേകരിൽ എത്തിക്കണമേ. കേൾക്കുന്നവർ അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുന്നതിനായി സ്തോത്രം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷയാണല്ലോ കർത്താവേ. ഊടാലാശന്തര ഞങ്ങളെ ഓരോരുത്തരെ യേശുക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയുടെ ഞങ്ങളെ അവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കർത്താവിൻ്റെ കരുതലും കാവലും അവരുടെ കൂടെ ഉണ്ടാകണം. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, കർത്താവെ സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അടിയനെ കുടുംബത്തെ യേശു രക്താവറയ്ക്ക് ഞങ്ങൾക്ക് ചുറ്റും കർത്താവ് തീമതലായിരിക്കണം. കർത്താവിന് വേണ്ടി ഓടുവാൻ ആരോഗ്യവും ബലവും ശക്തിയും ദീർഘായുസ്സും ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവെ. മേഘ്ദസ്യ കർത്താവ് ഞങ്ങളോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങളിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അടിയനെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം വീഡിയോ പോസ്റ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കുവാനും മെസ്സേജ് എല്ലാം പരിശുദ്ധാത്മാവാണ് സഹായിച്ചത്. എല്ലാ മഹത്വവും എൻ്റെ യേശുപ്പച്ചനും പരിശുദ്ധാത്മാവിന് മാത്രമാണുള്ളത്. ഹല്ലേലൂയ. അത് സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കൃപയ്ക്കായി സ്തോത്രസ്ഥാനം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചത് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമ്മുടെ സൂം മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ്. നാളെ രാവിലെ ലിങ്ക് ഇടാം. ഓക്കെ, എല്ലാവരും പ്രാർത്ഥനയോടെ വരിക. എല്ലാ ഫ്രണ്ട്സിനെ ഓർപ്പിക്കുക. നാളെ നമ്മുടെ സൂം മീറ്റിങ്ങിനെ എല്ലാവരും കടന്നു വന്നവർക്കറിയാം എപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അത് മുന്നോട്ട് പോകണമെന്നുള്ളത്. അനേകരോട് പരിശുദ്ധാത്മാവ് എന്താ പറയുക, ഞങ്ങളെ ഓർപ്പിക്കുന്നവരോട് എല്ലാവർക്കും. ഇവിടെ ഒരു ഡിനോമിനേഷൻ ഈ സൂം മീറ്റിങ്ങിൽ ഞാൻ കൊടുക്കാറില്ല. ആർക്ക് വേണമെങ്കിലും ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. എല്ലാവരെയും സന്തോഷത്തോടെ ഈ സൂം മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാവരും കടന്നു വന്നാട്ടെ. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ മറുപടി ലഭിക്കും. നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹം കൂടുതലായി രുചിച്ചറിയും. കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളെ പ്രാപിക്കും. ഹല്ലേലൂയ. So see you tomorrow with another blessing message. May God bless you all. Bye bye.